ട്രേഡിങ്ങിൽ എന്തുകൊണ്ടാണ് കുറച്ച് പേര് മാത്രം വിജയിക്കാൻ കാരണം? അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഒരു ഇമോഷൻസും കൂടി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അതായത് മറ്റുള്ളൊരു ഇൻഡസ്ട്രി, ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് മന്ത്ലി നമ്മുടെ സാലറി വരുന്നത്, നമ്മൾ വളരെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പോവാണ്. മറ്റുള്ള ഇമോഷൻസ് ഒന്നും അവിടെ കയറി വരുന്നില്ല. പക്ഷേ ട്രേഡിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഒരു ബിസിനസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഒരു നമ്മുടെ ഒരു പ്രൈമറി ഇൻകം ആയിട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇപ്പോ ഇന്നലെ ഞാൻ എടുത്ത ട്രേഡ് ലോസ് ആണ്, അതല്ല ഇന്നലെ എടുത്ത ട്രേഡ് ലോസ് ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ വന്നിരുന്നിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ എൻ്റെ ഒരു ലോസ് എന്നെ ഭയങ്കരമായിട്ട്, എൻ്റെ ഇമോഷണലിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് റോയൽ ഇപ്പോൾ ഒരു വീക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം നമുക്ക് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 4ാമത്തെ ദിവസമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജി അവിടെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരു പേടി ഉണ്ടാവും. കാരണം ഇത് ഇനി ലോസ് ആവുമോ, ഇനി ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം പേഴ്സണലി, ഇനി ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ ഒന്നും കൂടി നല്ല രീതിയിൽ ബാധിക്കും, എൻ്റെ ക്യാപിറ്റലിനെ ബാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നമ്മൾ അതിനെ പറ്റിയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇന്നലെ ലോസ് ആയിരുന്നു, ഇന്നലെ എന്തുകൊണ്ട് ലോസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ജേണലിൽ നമ്മൾ എഴുതി വെച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് എനിക്ക് ഇന്നലെ ലോസ് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എടുത്ത ട്രേഡിൽ എനിക്ക് എന്തുകൊണ്ട് ലോസ് വന്നത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എൻ്റെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിരുന്നു, അതല്ല ഞാൻ സൈക്കോളജി, എൻ്റെ ഇമോഷൻ്റെ പുറത്താണോ ഞാൻ എൻ്റെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചതിന് ശേഷം ഒരു ജേണൽ നമ്മൾ തയ്യാറാക്കിയിട്ട് ആ ജേണലിൽ എന്താണോ നമ്മൾ എഴുതി വെച്ചത് അതൊക്കെ നമ്മൾ ഒന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ട്രേഡിങ്ങിന് ഇരിക്കുന്നതിന് മുമ്പ് അന്നേ ദിവസം ട്രേഡിങ്ങിന് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ഒരു ജേണൽ ഒന്ന് റഫായിട്ട് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത്, എവിടേക്കാണ് ഇന്നലെ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുത്തിയതെന്നൊക്കെ ഉള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു അങ്ങനെയുള്ള, അതായത് ഇന്നലെ ഞാൻ വരുത്തിയ തെറ്റുകളൊന്നും ഇന്ന് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളൊരു സ്ക്രീനിന് മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. സോ നമുക്ക് തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ ഇത് വീണ്ടും എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളൊരു റോയൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡൊക്കെ നമുക്ക് കണ്ടിന്യൂ ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് എടുക്കുക. അതായത് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒരൊറ്റ റോയൽ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീക്കിൽ പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്യാതിരുന്നെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോയി. ഇപ്പം നിങ്ങളുടെ ഒരു ഇമോഷൻസ് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൈക്കോളജി ശരിയല്ലാതെ നിങ്ങൾ ട്രേഡിങ്ങിനെ സമീപിച്ച് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ സൈക്കോളജിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവല് അതിനെ ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീക്കിൽ പിന്നെ ട്രേഡ് ചെയ്യരുത്. എന്നിട്ട് ഒന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആക്കി ഒരു ദിവസം 2 ദിവസമൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത് സ്ക്രീനെ നോക്കണ്ട, സ്ക്രീന് നമ്മൾ ചാർട്ടിലേക്ക് നോക്കണ്ട, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം നമ്മൾ മെൻ്റലി നല്ല ഫ്രീ ആയതിന് ശേഷം, നല്ല റിഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രം വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു സൺഡേ വന്നിരുന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്കുകൾ വരുത്തിയത്, കഴിഞ്ഞ ആഴ്ച എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് പ്രോബ്ലംസ് വന്നത്, അല്ലെങ്കിൽ ഏതൊരു ട്രേഡിംഗ് സെറ്റപ്പിലാണ് എനിക്ക് ലോസ് സംഭവിച്ചത്, എൻ്റെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിരുന്നോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് നമ്മളൊരു ജേണലായിട്ട് എഴുതി വെച്ചതിന് ശേഷം അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ബയാസൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ട് മൺഡേ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് വേണം പിന്നീട് നമ്മൾ ട്രേഡിങ്ങിന് പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും പൈസ കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന അങ്ങനെയുള്ളൊരു ബിസിനസ് അല്ല. ആദ്യം ഇപ്പം ഞാൻ ഉപയോഗിച്ച ടേംസ് ബിസിനസ് എന്നാണ്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പം അതിനൊരു ബിസിനസ് ആയിട്ട് കാണാം. അപ്പം ബിസിനസ്സിൽ നിങ്ങൾക്ക് ലോസ് വരും, അഫ്കോഴ്സ്. ഇപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് ഉള്ള ബിസിനസ്സുകളാവില്ലല്ലോ. ബിസിനസ്സിൽ ലോസ് വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ബിസിനസ്സിൽ ലാഭം വേണം, അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ലാഭം വേണം എന്നില്ല. അപ്പോൾ
എന്തുകൊണ്ട് നമുക്ക് ആ ബിസിനസ്സിൽ ലോസ് വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ലോസ് വരുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റുള്ളൊരു വേറൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു റീറ്റെയിൽ സ്റ്റോറോ അല്ലെങ്കിൽ ഒരു ഗ്രോസറി സ്റ്റോറൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് റെന്റ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, മറ്റുള്ള എക്സ്പെൻസുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങും. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരു എക്സ്പെൻസും വരുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ചെറിയ പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ലോസ് വന്നാലോ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ്സ് എ ബിസിനസ്സിൽ നമുക്ക് ലോസ് വരും, ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ട് മാത്രം കാണാം. ഇത് എപ്പോഴാണ് നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ നമ്മളിത് എഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളത് പ്രോപ്പർ രീതിയിൽ നമ്മളൊരു പൊസിഷൻ സൈസിങ്ങും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനെ, നമ്മുടെ ഒരു ട്രേഡിംഗ് ജേണിയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ 2, 3, 4 പ്രാവശ്യം കണ്ടിന്യൂ ലോസ് വന്ന്, ആക്ച്വലി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ട്രേഡിംഗ് ഡേ നിങ്ങൾക്ക് ലോസ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും ട്രേഡിങ്ങിനെ സമീപിക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം വന്നു കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ഇറ്റ്സ് എ പ്യുവർ ബിസിനസ്. ആ ഒരു ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്കില്ല് വേണം. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾ നന്നായിട്ട് മാക്സിമം നോളേജ് അത് കിട്ടുന്നിടത്തു നിന്നൊക്കെ നമ്മൾ സ്വരൂപിച്ചിട്ട് ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.